തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയമുള്ളവരെ, ഈശോയെ സ്നേഹിക്കുന്നവരുടെ എണ്ണം ഒത്തിരിയേറെ കൂടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുക. സുവിശേഷം വായിക്കുന്നവരുടെ എണ്ണം കൂടുന്നു. സുവിശേഷം പകർത്തി എഴുതുന്നവരുടെ എണ്ണവും ഒത്തിരിയേറെ വർദ്ധിക്കുന്നുണ്ട്. എന്താണ് പ്രേക്ഷകരെ സുവിശേഷത്തിലേക്ക് ആകർഷിക്കുക? ദൈവത്തിൻ്റെ സ്നേഹം തന്നെയാണ്. എങ്ങനെയാണ് ദൈവത്തെ സ്നേഹിക്കേണ്ടതെന്ന് ദൈവം തന്നെ മക്കളായ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 4-ാം വാക്യം. ഹീബ്രു ഭാഷയിൽ ഷമ ഇസ്രായേൽ എന്ന് പറഞ്ഞു തുടങ്ങുന്നു. ഇസ്രായേലെ കേൾക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളെ, എൻ്റെ ജനമേ കേൾക്കുക. നിൻ്റെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ്. ആ കർത്താവിനെ പൂർണ്ണ മനസ്സോടെ, ഹൃദയത്തോടെ, ശക്തിയോടെ സ്നേഹിക്കണമെന്ന് ദൈവം തന്നെ മക്കളെ പഠിപ്പിക്കുന്നു. എന്താണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം? പൂർണ്ണ മനസ്സോടെ ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുമ്പം എൻ്റെ മനസ്സിൽ നിന്നാണ് എൻ്റെ ചിന്ത പുറത്തു വരിക. ദൈവേഷ്ടമായിരിക്കണം എൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ. അങ്ങനെയാണെങ്കിൽ പൂർണ്ണ മനസ്സോടെ ഞാൻ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ നല്ല ചിന്തകളിൽ ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതല്ലേ. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ ദൈവത്തെ സ്നേഹിക്കണം. എൻ്റെ ഹൃദയത്തിൽ നിന്നാണ് എൻ്റെ അധരം സംസാരിക്കുക. ഞാൻ എൻ്റെ കുടുംബത്തിലാണേലും പുറത്താണേലും എവിടെയാണേലും എൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാക്കുകൾ അത് ദൈവേഷ്ടം അനുസരിച്ചുള്ള വാക്കുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ദൈവത്തെ സ്നേഹിക്കുകയാണ്. വീണ്ടും പൂർണ്ണ ശക്തിയോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കണം. എൻ്റെ ചിന്തയും എൻ്റെ വാക്കും ചേരുന്നതാണ് എൻ്റെ പ്രവൃത്തി എന്ന് പറയുക. ദൈവേഷ്ടമായിരിക്കട്ടെ നമ്മുടെ പ്രവൃത്തി. ഇത് പഴയ നിയമത്തിൽ മാത്രമല്ല, പുതിയ നിയമത്തിലും നമ്മൾ കാണുന്നുണ്ട്. ഈശോ ഇത് തന്നെയാണ് ആവർത്തിച്ച് പറയുന്നതും. നിങ്ങൾ സ്നേഹിക്കുകയാണെങ്കിൽ അത് പൂർണ്ണ മനസ്സോടെ നിൻ്റെ ചിന്തയിൽ, പൂർണ്ണ ഹൃദയത്തോടെ നിൻ്റെ വാക്കിൽ, പൂർണ്ണ ശക്തിയോടെ നിൻ്റെ പ്രവൃത്തിയിൽ ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട് സാധിക്കണം. ഒരുപക്ഷെ ആ സ്നേഹത്തിൻ്റെ അംശം സുവിശേഷം വായിച്ചു വരുന്ന വായനക്കാരിൽ അവൻ്റെ ഹൃദയത്തിൽ അനുഭവിക്കുന്നത് കൊണ്ട് ഇന്ന് ലോകം ഈശോ ഒത്തിരിയേറെ സ്നേഹിക്കുന്നു. ആ ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട് അവൻ്റെ മനസ്സും അവൻ്റെ ഹൃദയവും അവൻ്റെ ശക്തിയും കൊടുക്കുവാനായിട്ട് അവൻ തയ്യാറാവുകയാണ്. നമുക്കും അതിനോട് ചേർന്ന് പരിശ്രമിക്കാം. നുറുങ്ങുവെട്ടം.